2 വയസ്സായിട്ടും കുഞ്ഞ് മിണ്ടാതിരിക്കുന്നത് കണ്ട് ഉള്ളുരുകി വിഷമിക്കുന്ന ഒരമ്മയാണോ നിങ്ങൾ? അയൽപ്പക്കത്തെ കുട്ടികൾ സംസാരിക്കുമ്പോൾ എൻ്റെ കുട്ടി മാത്രം എന്തേ വൈകുന്നു എന്നോർത്ത് ഉറക്കമില്ലാത്ത രാത്രികൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? സത്യത്തിൽ പലപ്പോഴും കുഞ്ഞിനെയല്ല, നമ്മളെ തന്നെയാണ് തിരുത്തേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു നേഴ്സ് എന്ന നിലയിൽ ഹോസ്പിറ്റലുകളിൽ ഞാൻ കാണുന്ന ഭയാനകമായ ചില വസ്തുതകളുണ്ട്. നമ്മൾ സ്നേഹത്തോടെ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുക്കുന്ന മൊബൈൽ ഫോൺ എങ്ങനെയാണ് അവരുടെ സംസാരശേഷിയെ തകർക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഇതിനെ വെറുമൊരു വൈകൽ ആയി കാണരുത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കുഞ്ഞുങ്ങളുടെ സംസാരം വൈകാനുള്ള 3 ഞെട്ടിക്കുന്ന മെഡിക്കൽ കാരണങ്ങളും ഒരമ്മ എന്ന നിലയിൽ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ ഇത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നും വളരെ വ്യക്തമായി പറഞ്ഞു തരാം. നിങ്ങൾ കുറച്ച് സമയം എനിക്ക് വേണ്ടി മാറ്റിവെച്ചാൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ നാളകളിലെ മാറ്റത്തിന് ഇത് കാരണമാകും. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോകൾക്ക് നിങ്ങൾ നൽകിയ വലിയ സ്നേഹത്തിന് നന്ദി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മിക്ക അമ്മമാരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നത്തെക്കുറിച്ചാണ്. കുഞ്ഞുങ്ങളിലെ സംസാര വൈകല്യം അഥവാ സ്പീച്ച് ഡിലേ. എൻ്റെ കുഞ്ഞിന് 1.5 വയസ്സായി, 2 വയസ്സായി, പക്ഷേ ഇതുവരെ അമ്മ, അച്ഛ എന്ന് പോലും വിളിക്കുന്നില്ല എന്ന് സങ്കടപ്പെടുന്ന ഒരുപാട് അമ്മമാരുണ്ട്. കുഞ്ഞുങ്ങൾ ഓരോ പ്രായത്തിലും എത്ര വാക്കുകൾ സംസാരിക്കണം? എന്തുകൊണ്ടാണ് സംസാരം വൈകുന്നത്? ഒരു നേഴ്സ് എന്ന നിലയിൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഇതിൻ്റെ ശാസ്ത്രീയമായ കാരണങ്ങളും പരിഹാരങ്ങളും ഞാൻ വിശദമായി പറഞ്ഞു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ആദ്യമായി പറയുന്നത്, ആദ്യത്തെ വില്ലൻ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ തന്നെയാണ്. സ്ക്രീൻ ടൈമും വെർച്വൽ ഓട്ടിസവും. അതായത് ഇതിൻ്റെ മെഡിക്കൽ വസ്തുത എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങളുടെ തലച്ചോറ് ഒരു സ്പോഞ്ച് പോലെയാണ്. അവർക്ക് ചുറ്റുമുള്ളത് കണ്ടും കേട്ടുമാണ് അവർ പഠിക്കുന്നത്. എന്നാൽ ഫോണിലോ ടി വിയിലോ കുഞ്ഞ് നോക്കിയിരിക്കുമ്പോൾ അവിടെ നടക്കുന്നത് ഓൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. അതായത് കുഞ്ഞ് കേൾക്കുന്നുണ്ട്, പക്ഷെ തിരിച്ചു പ്രതികരിക്കേണ്ട ആവശ്യം വരുന്നില്ല. കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, ഇത് കുഞ്ഞിൻ്റെ തലച്ചോറിലെ ബ്രോക്കോസ് ഏരിയ, അതായത് സ്പീച്ച് സെൻറ്റർ എന്ന ഭാഗത്തെ മടുപ്പിക്കുന്നു. പലപ്പോഴും കുഞ്ഞുങ്ങൾ ഫോണിലെ ഇംഗ്ലീഷ് പാട്ടുകൾ കേട്ട് അതേപോലെ മൂളിയേക്കാം, പക്ഷേ നമ്മളോട് ആശയവിനിമയം നടത്തില്ല. ഇതിനെയാണ് ഇന്ന് നമ്മൾ വെർച്വൽ ഓട്ടിസം എന്ന് വിളിക്കുന്നത്. ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഭക്ഷണം കഴിക്കുമ്പോൾ പോലും കുഞ്ഞിന് ഫോൺ നൽകുന്നത് ഒഴിവാക്കുക എന്നതാണ്. സംഭാഷണത്തിൻ്റെ അഭാവവും ആഗ്യങ്ങളും രണ്ടാമത്തെ കാരണമാണ്. നമ്മൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നില്ല എന്നതാണ് സത്യം. മെഡിക്കൽ വസ്തുത വിശദീകരിക്കാം. കുഞ്ഞുങ്ങൾ പുതിയ വാക്കുകൾ പഠിക്കുന്നത് നമ്മുടെ ചുണ്ടിൻ്റെ ചലനങ്ങളും ശബ്ദങ്ങളും നോക്കിയാണ്. ഇപ്പോൾ മിക്കവാറും ചെറിയ കുടുംബങ്ങളായതുകൊണ്ട് കുഞ്ഞിനോട് സംസാരിക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥയുണ്ട്. കുറച്ചുകൂടി ഡീപ്പായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, കുഞ്ഞ് എന്തിനെങ്കിലും വിരൽ ചൂണ്ടി കാണിക്കുമ്പോൾ അവർ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ അത് എടുത്തു നൽകും. അവിടെ കുഞ്ഞിന് സംസാരിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. പകരം കുഞ്ഞ് ഒരു പന്തിലേക്ക് വിരൽ ചൂണ്ടിയാൽ അത് പന്താണോ, കുഞ്ഞിന് പന്ത് വേണോ എന്നിങ്ങനെ വാക്കുകൾ ആവർത്തിച്ച് പറയുക. കുഞ്ഞ് നമ്മളെ കേൾക്കട്ടെ, എങ്കിൽ മാത്രമേ അവർ തിരിച്ചു പറയാൻ ശ്രമിക്കുകയുള്ളൂ. അടുത്തതായി കേൾവി പരിശോധനയും മെഡിക്കൽ കാരണങ്ങളുമാണ്. സംസാരം വൈകുന്നതിന് പിന്നിൽ ചിലപ്പോൾ ശാരീരികമായ കാരണങ്ങൾ ഉണ്ടാകാം. ഇതിൻ്റെ മെഡിക്കൽ വസ്തുതയാണ്, കുഞ്ഞ് കൃത്യമായി കേൾക്കുന്നില്ലെങ്കിൽ ഒരിക്കലും അവർക്ക് സംസാരിക്കാൻ കഴിയില്ല. കേൾവി കുറഞ്ഞാൽ അവർ വാക്കുകൾ തെറ്റായിട്ടായിരിക്കും ഗ്രഹിക്കുന്നത്. കുറച്ചുകൂടി ഡീപ്പായിട്ട് ഇതിനെ നോക്കുകയാണെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് കൂടെ ജലദോഷമോ ശ്വാസകോശ സംബന്ധമായ അസുഖം വന്നാൽ ചെവിയിൽ കഫം കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്. ഇത് താൽക്കാലികമായ കേൾവിക്കുറവിനും അതുവഴി സംസാരം വൈകാനും കാരണമാകും. കൂടാതെ ടങ് ടൈ പോലുള്ള പ്രശ്നങ്ങൾ കുട്ടിക്ക് ഉണ്ടോ എന്നും ഒരു ഡോക്ടറെ കണ്ട് പരിശോധിപ്പിച്ച് ഉറപ്പിക്കണം. നമ്മൾ വിളിക്കുമ്പോൾ കുഞ്ഞ് പ്രതികരിക്കുന്നില്ലെങ്കിൽ ഒട്ടും വൈകിക്കാതെ ഒരു ഓഡിയോളജിസ്റ്റിനെ കാണിക്കുക.
കൂടാതെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ അഡ്വൈസും ചെയ്യാറുണ്ട് ചെവിയുടെ ടെസ്റ്റ് 3 മാസത്തിനുള്ളിൽ ചെയ്യണം എന്ന്. അതും നോർമൽ ആണെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം കുഞ്ഞിനോട് ധാരാളം സംസാരിക്കുക എന്നതാണ്. ഫോൺ പൂർണ്ണമായും മാറ്റിവെക്കുക, കഥകൾ പറയുക, പാട്ടുകൾ പാടുക. ഒരു കാര്യം ഓർമ്മിക്കുക, നമ്മൾ വൈകി ഇടപെടുന്നത് കുഞ്ഞിൻ്റെ ഭാവിയിലെ പഠനത്തെയും ആത്മവിശ്വാസത്തെയും ബാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. എൻ്റെ ചെറിയ അറിവിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് പൂർണ്ണമായും തെറ്റും ഇത് പൂർണ്ണമായും ശരിയും ആണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ മെഡിക്കൽ പ്രൊഫഷനാണ്, എപ്പോഴും നമ്മുടെ ഇതിൻ്റെ ഗൈഡ് ലൈൻ മാറി മാറി വരും. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, അതുകൊണ്ടാണ് അങ്ങനെയാണ് എന്നൊന്നുമില്ല. എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.